ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മകൾ തരുന്ന ഒരു മാസമാണ് അല്ലേ? ഏറ്റവും അധികം നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ചെറുപ്പകാലത്തെ ഓണവും ആഘോഷങ്ങളും ആയിരിക്കും. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മാസം മറ്റു പല രീതിയിലും കുറച്ചും കൂടെ സ്പെഷ്യലാണ്. സോ എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് സ്പെഷ്യൽ എന്നല്ലേ? ഇന്ന് കുഞ്ഞാപ്പൂവിൻ്റെ പിറന്നാളാണ് കേട്ടോ, ഉത്രാടം. എല്ലാവരും ഉത്രാട പാച്ചിലിൽ തിരക്കായിരിക്കും. നമ്മൾ ഉത്രാട പാച്ചിലിനോടൊപ്പം കുഞ്ഞാപ്പൂവിൻ്റെ പിറന്നാളും ആഘോഷിക്കാൻ ഒരിക്കലും മറക്കാറ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ, പച്ചക്കറി മേടിക്കലും മറ്റു പരിപാടികളൊക്കെ നമ്മൾ രാവിലെ തന്നെ മാക്സിമം തീർക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഈ ഒരു ദിവസം നമുക്ക് അവൻ്റെ പിറന്നാളാഘോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടാകും. എല്ലാ തവണയും നമുക്ക് ഈ ഒരു ദിവസം രാവിലെ അവൻ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിക്കുക എന്നുള്ളത് നടക്കാറില്ല. സോ മിക്കപ്പോഴും നമ്മൾ ഈവനിങ് ആണ് അവൻ അമ്പലത്തിൽ കൊണ്ടുപോവുക. ഇതാ കുഞ്ഞാപ്പൂനെ നോക്കിയേക്കുന്ന ആളിനെ കണ്ടോ? എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, എൻ്റെ ചിറ്റ. നമ്മൾ ശരിക്കും പോകാനിരുന്നത് ടൗണിലുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലായിരുന്നു. കാരണം നാളെ ഓണമൊക്കെ അല്ലേ, നാളെ തിരക്കിൻ്റെ ഇടയിൽ പോയി കുഞ്ഞാപ്പൂനെയും കൊണ്ട് തൊഴുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്ന് പോയി നമ്മളും തൊഴുത് പിറന്നാളുകാരനെ ഒന്ന് തൊഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസം മുന്നേ തന്നെ ടൗൺ കംപ്ലീറ്റ് ഓണം വൈബിലാണ് കേട്ടോ, ആളുകളും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് ആ പരിസരത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇന്ന് ഉത്രാടപ്പാച്ചിലും കൂടെ ആയപ്പോൾ നമുക്ക് ഒട്ടും പറയണ്ട, നമ്മുടെ മെയിൻ സിഗ്നൽ തൊട്ട് കംപ്ലീറ്റ് ടൗൺ ഫുള്ള് ട്രാഫിക്കാണ്. നമുക്ക് ആ സൈഡിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മുടെ ടൗണിന് മുന്നെയാണ് നമ്മുടെ ഈ അമ്പലം. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ വന്ന് കുഞ്ഞാപ്പൂനെയൊക്കെ തൊഴിച്ചിട്ട് നമുക്കും തൊഴുതിട്ട് നേരത്തെ തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വീട്ടിൽ കുഞ്ഞാപ്പൂവിന് വേണ്ടി ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നമ്മൾ ഈ പ്ലാനും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അവൻ്റെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കൺഫ്യൂഷനിലായിരുന്നു. നമുക്ക് റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് കുറച്ച് ഗ്രാൻഡാക്കി ചെയ്യണോ, അതോ നമ്മുടെ ക്ലോസ്ഡ് സർക്കിൾ നെയ്ബേഴ്സിനെ മാത്രം വിളിച്ച് നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്താൽ മതിയോ എന്നുള്ള ഒരു കംപ്ലീറ്റ് കൺഫ്യൂഷനിലായിരുന്നു നമ്മളെല്ലാവരും. അവസാനം നമ്മൾ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു. ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വേണം കേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ, ചെന്നിട്ട് വേണം കേക്ക് മുറിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഇതാ നടയടച്ചു. നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഒരു 6-6:30 ആവാറായപ്പോഴായിരുന്നു. അതുകൊണ്ട് ദീപാരാധന സമയമാണ്. എന്തായാലും ഇനി നട തുറന്ന് തൊഴുതിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്പെഷ്യലാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് മറ്റു പല രീതികളിലും ഈ ഒരു ഡേ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. ഇത്തവണ എനിക്കത് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. എന്താണെന്ന് പറഞ്ഞാൽ നാട്ടിലെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ധരണിയുടെ അച്ഛനും അമ്മയും നമ്മളോടൊപ്പം ഇവിടെ വീട്ടിലുണ്ട്. ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ അവരും ഉണ്ട് നമ്മളോടൊപ്പം. സത്യത്തിൽ അച്ഛനും അമ്മയും വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. അവർ വന്ന് ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ബിസി ആയിരുന്നു. അതേപോലെ തന്നെ വീട്ടിലെ എല്ലാവരും ഉള്ളതിൻ്റെ തിരക്കും, പിന്നെ സെലിബ്രേഷൻസ്, ഓണം സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും കുറച്ച് നാളായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തിരക്കിൻ്റെ ഇടയിൽ മെയിൻ ആയിട്ടുള്ള കാര്യം, അതായത് ഓണക്കോടി എടുക്കാൻ ഞങ്ങൾ മറന്നു. കുഞ്ഞാപ്പൂനുള്ള ഓണക്കോടിയും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. കാരണം അവൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് നമ്മൾ അതെന്തായാലും മറക്കില്ല. പക്ഷേ മുതിർന്ന ആളുകൾക്കുള്ള ഓണക്കോടിയും പർച്ചേസൊക്കെ നമ്മൾ മറന്നുപോയി. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് ഓണം കഴിഞ്ഞ് നമ്മൾ ഓണക്കോടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കേക്ക് ഷോപ്പിൽ വിളിച്ച് കേക്ക് മേടിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു കേക്ക് വരാൻ കുറച്ചും കൂടെ ലേറ്റ് ആവും എന്നുള്ളത്. കാരണം നമ്മളൊരു 7:30 ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് അവരോട് പറഞ്ഞ ടൈം. ബട്ട് അത് കുറച്ചും കൂടെ ഡിലേ ആവും, എവിടുന്നോ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു ബജിക്കട, ഇതിവിടെ നല്ല തിരക്കുള്ള ഒരു ബജിക്കടയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ വന്നാലും ബജി കഴിക്കണം തോന്നി ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാണ് ഓടി വരിക. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പുഴയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നമുക്കിവിടെ നല്ല ചൂട് ബജിയും ചായയും പുഴയുടെ സൈഡും മൊത്തത്തിൽ കിടിലോ. അങ്ങനെ ഒരു ബജിയും കഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കയറിയ ഞാൻ ഒരു ബജിയിൽ നിർത്താതെ പിന്നെ ഓർഡർ ചെയ്തത് മുട്ട ബജി, മുളക് ബജി, പഴംപൊരി, പിന്നെ ഒരു സ്ട്രോങ് ചായ. കാരണം എപ്പോൾ ഇവിടെ വന്നാലും എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്ര അടിപൊളി ടേസ്റ്റാണ്. അതുമല്ല അവർ ചൂടായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി നമുക്ക് തരും. നമ്മൾ എപ്പോൾ ടൗണിൽ വന്നാലും ഇവിടെ കയറാതെ പോകാറുമില്ല. ഞാൻ ഈ കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ധരണി എന്നോട് ചോദിക്കുകയായിരുന്നു കേക്ക് വരാൻ ഡിലേ ആവുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ കയറിയതാണ്. പക്ഷെ എന്നിട്ട് കഴിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേക്ക് ഇപ്പം നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇനി നമുക്ക് കളയാൻ സമയം ഒട്ടുമില്ല കേട്ടോ. നേരെ പോയി കേക്കൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും
വീട് കംപ്ലീറ്റ് പാർട്ടി വൈബിലായിട്ടുണ്ട്. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത് ധരണിയുടെ ഫ്രണ്ട് ശിവ എന്ന് പറഞ്ഞ ചേട്ടനും പിന്നെ എൻ്റെ അനിയത്തി അവളും കൂടെയാണ് കേട്ടോ. ഈ വീട്ടിലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്ത് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. നമ്മൾ വന്നപ്പോഴേക്കും കേക്കുമായിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേക്ക് കട്ട് ചെയ്യേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ ധരണിയുടെ അച്ഛനും അമ്മയും. നിങ്ങളെല്ലാവരും ഇവരെ ആദ്യമായിട്ട് കാണുന്നതെന്ന് എനിക്കറിയാം. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു അവരെയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമുക്ക് സമയവും സന്ദർഭവും ഒന്നും അതിനനുസരിച്ച് വരാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോ വഴിയാണ് എനിക്ക് അവരെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും സന്തോഷം. അങ്ങനെ നമ്മുടെ ഫങ്ഷൻസൊക്കെ നല്ല രീതിയിൽ നടന്നു. നമ്മൾ ഒപ്പം തന്നെ ചെറിയ ഫുഡ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നെയ്ബേഴ്സിനെയൊക്കെ ഞാനിത് പ്ലാൻ ചെയ്തതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ആണ് കേട്ടോ പോയി ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഇൻവിറ്റേഷൻ എങ്ങനെയാണ്, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ, വരുമോ, വിളിച്ചവരൊക്കെ വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തു പറയേണ്ട കാര്യം, വിളിച്ച എല്ലാവരും തന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ വിളിച്ചത് എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളോടൊപ്പം തന്നെ നിന്ന് ഈ ബർത്ത്ഡേ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആഘോഷമാക്കാൻ അവരും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലി, പിന്നെ ഇതാ ഇപ്പോൾ നിങ്ങളില്ലാതെ എന്ത് ആഘോഷമല്ലേ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.